കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ക്രിസ്മസിന്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ ഒരു ജനുവരി തുടക്കത്തിലാണ് തോന്നുന്നത് കുഞ്ഞൂസ് ന്യൂമോണിയ വന്ന് കൂടിപ്പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് എന്റെ ഫോണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കുഞ്ഞൂഷ പക്ഷെ നിങ്ങൾ സങ്കടപ്പെടരുത്. കുഞ്ഞൂഷിൻ്റെ ഉവാവ് മാറ്റാൻ കൊണ്ടുവന്നതല്ലേ. നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുകയോ ഐസ്ക്രീമൊക്കെ തിന്നു കഴിഞ്ഞാൽ ചുമയും പനിയൊക്കെ വന്ന് തന്നെ കുത്തി വെക്കേണ്ടി വരും. മഴ അനയാനും പാടില്ല. ഭയങ്കര ചുമയാണ്. ഐസ്ക്രീം കഴിച്ചായിരുന്നോ? എന്നാ ഐസ്ക്രീം കഴിച്ചേ? ഡേ 1 ഡേ 2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറെ മാസങ്ങളായതുകൊണ്ട്. ഇത് പനിയൊക്കെ അത്യാവശ്യം കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ഈ കാണുന്നത്. 7 days ഇഞ്ചക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ 5 days ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞപ്പോ ബാക്കി 2 daysലോട്ട് സിറപ്പൊന്നും എഴുതിയിട്ടുണ്ടായില്ല. അലർജിയുടെ ആയിരിക്കും, മരുന്നൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് പുറത്തുനിന്ന് 2 ബോട്ടിൽ ആന്റിബയോട്ടിക് മേടിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞിന് കൊടുക്കാനുണ്ടായത്. അങ്ങനെയാണ് കുഞ്ഞിന്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറിയത് കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും 7 days ആന്റിബയോട്ടിക് എടുക്കേണ്ടതായിരുന്നു. അവളുടെ ചുമ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവൾക്ക് ശക്തിയായ തലവേദന, ഛർദിയും കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് തലവേദന. എന്നിട്ട് അവളെ അമ്മ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ അവളെയും കൊണ്ട് കാഷ്വാലിറ്റിയിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവളെ ചെന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ വന്നു. ഡോക്ടറെ കാണിച്ചു. അങ്ങനെ അവളെ അവിടെ അഡ്മിറ്റ് ആക്കി. അപ്പോൾ അതിന് മുന്നേ OPDയിൽ 2 ദിവസം മുന്നേ കാണിച്ചതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം എന്ന്. അപ്പൊ നമ്മൾ നോക്കിട്ട് ഡോക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാന്നും പറഞ്ഞ് വീട്ടിലോട്ട് പോയി. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവൾക്ക് ഭയങ്കരമായിട്ട് തലവേദന കൂടുകയും ഛർദിക്ക് ലൈറ്റിലോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥ എത്തുകയും ചെയ്തു. അപ്പൊ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ അവൾക്ക് ഡോക്ടർ തന്ന മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തിട്ടും കുറയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇച്ചിരി കൂടെ കൂടുതൽ കൊടുത്തോന്ന് പറയലും അവളെ അമ്മ ലൈറ്റിലോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ണ് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഞാൻ എന്തായാലും കുട്ടിക്ക് തീരെ വയ്യാന്ന് അവള് തന്നെ പറഞ്ഞു. അവൾ ഒരിക്കലും അങ്ങനെ പറയണേയല്ല. പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. സ്ട്രോങ് ഡോസ് ആന്റിബയോട്ടിക് ആണ് കേട്ടോ കൊച്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്തേ മോന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ചീസി മാഗി ഒക്കെ അവിടെ തന്നെ ഇരിക്കുമല്ലോ. നമുക്ക് ആപ്പിൾ വെച്ചല്ലോ. നമ്മ ട്യൂഷന് എത്ര ആപ്പിളാണ് വേണ്ടത്? 6 ആപ്പിളുള്ളൂ. 7 8 കുഞ്ഞുഷിന് എത്ര ആപ്പിളാണ് വേണ്ടത്? നമ്മൾ ഇത്രയും വെച്ചിട്ടു. മുറിച്ചേട്ടെ. ഫാദർ ഗൾഫിൽ പോയിട്ടില്ലാത്ത സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ പുള്ളിയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വാർഡിലാണ് എൻ്റെ ഒരു കൂട്ടുകാരി, ഞാൻ ഒന്നിച്ച് നഴ്സിംഗ് പഠിച്ചൊരു കൂട്ടുകാരി ഉണ്ട്. അപ്പൊ അവളിവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ അഡ്മിറ്റ് ആയത്. അപ്പൊ രാത്രിയിൽ ഡ്രിപ്പുള്ള ഇഞ്ചക്ഷൻ അവളാണ് കൊടുക്കുന്നത്. ഹൈ ഡോസ് ആണ്. 1500 ഗ്രാമിന്റെ ആന്റിബയോട്ടിക് ആണ് കൊച്ചിന് കൊടുത്തോണ്ടിരുന്നത്. അവിടെ പ്രായത്തെ വെച്ച് നോക്കുമ്പോൾ അത് നല്ല ഡോസാണ്. 1.5 ഗ്രാം അഡൽറ്റിന് കൊടുക്കുന്ന ഡോസാണ് കുഞ്ഞിന് പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ 3 കുട്ടികൾക്ക് ഫുഡ് വാരിയാണ് കൊടുക്കാറ്. ദിവസം BSc നഴ്സിംഗ് സ്റ്റുഡൻസ് ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് വന്നു. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ മിക്കവാറും സ്റ്റുഡൻസ് ഒക്കെ ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് വരാറുണ്ട്. അപ്പൊ തന്നെ കുട്ടിയുടെ ഫാദർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇവിടുത്തെ ചികിത്സ മതി എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് തുടങ്ങി. പക്ഷെ എന്നോടാണ് ദേഷ്യപ്പെട്ടുള്ളത്, അവരുടെ മുന്നിൽ വെച്ചല്ല. അപ്പൊ ഞാൻ ട്യൂട്ടറെ കാണിച്ചു കൊടുത്തു. ട്യൂട്ടർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറയുകയും ചെയ്തു, കുട്ടികളെ സ്റ്റാഫ് കൊടുക്കുന്നതിനേക്കാൾ സേഫാണ് കുട്ടികൾ കൊടുക്കുന്നതിന്. കാരണം ഇതിന് കുട്ടീനെ ഇഞ്ചക്ഷൻ വെക്കാൻ വന്ന ഒരു സ്റ്റാഫ് ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ക്യാനുലയിൽ പ്രസ് ചെയ്യാതെയാണ് ക്ലോഷർ എടുത്ത് അടച്ചത്. സ്റ്റുഡൻസ് തനിയെ ഇഞ്ചക്ഷൻ വെക്കാൻ വരുന്നത് നല്ല റിസ്ക് തന്നെയാണ്. പക്ഷെ ട്യൂട്ടറിന്റെ കൂടെ ആയതുകൊണ്ട് പ്രശ്നമില്ല, അവർ സൂപ്പർവൈസ് ചെയ്തോളും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ചുമ കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. കഴിക്കാണ് നല്ല വേദനയും. കുഞ്ഞുഷ കഴിക്കൂ.
പശ പുറ്റും പയവും. വെജിറ്റബിൾ കറി എവിടെ പോയി? വെജിറ്റബിൾ കറിയും വാരിത്തരാം. വെജിറ്റബിൾ കറി കഴിക്കുമല്ലോ നീ. ഇതിപ്പോൾ കളയാൻ വെച്ചക്കോര. കുഞ്ഞൂശ എവിടെ? ഒരിച്ചിരി പുറ്റ്. കുഞ്ഞൂശ അസുഖം മാറണ്ടേ മോനെ? ഭയങ്കര ചുമയാലോ. എന്നാ പയോ നഴ്സിംഗ് പിള്ളേരെ എക്സാം ഇടാനായിട്ടും കുഞ്ഞൂസിനെ തന്നെയായിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസം അവള് അവിടെ അടുത്തായിരുന്നു ഓരോ കുട്ടികളെ എക്സാം ഇടാനായിട്ട് വന്ന് അവളെല്ലാം കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം ചെയ്തോ? ഫസ്റ്റത്തെ 8 × 16, 4 × 2 × 4 8, 3 20 13. ഓ കൊള്ളാലോ ന്യൂസ്. എടാ 27 ÷ 3 11 ആണോ? ആയിരിക്കും അല്ലേ? 9 ൽ 4 പോയി 5. അതെനിക്ക് മനസ്സിലായി. മറിച്ച് 27 ഡിവൈഡഡ് അത്ര എനിക്ക് അറിഞ്ഞൂടാ. ഇത് കൊള്ളാം. ഇവിടെ കണക്കിൽ എന്നെക്കാളും പുലിയാട്ടോ. കൊള്ളാം. എല്ലാം ശരിയാ. വെരി ഗുഡ്. ചേച്ചിനോട് സമ്മാനം മേടിച്ചോണ്ട് തരാൻ പറയും. ഞാൻ ആപ്പിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് എൻ്റെ ക്യാഷ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞൂസിന്റെ അടുത്ത് അതേപ്പറ്റി ചോദിച്ചു. അപ്പൊ അവര് പറയണത് നിങ്ങൾ പോയ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6000 ഇടണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് കുറെ പേര് അങ്ങനെ കൊണ്ടുപോയി ഇട്ടു. അപ്പൊ അത് ഇടുന്നത് നല്ലതാണ് എന്ന് ഞാൻ കുഞ്ഞൂസിനോട് അഭിപ്രായം ചോദിക്കുകയാണ്. അവൾക്ക് ചില സമയത്ത് എന്നെക്കാളും നല്ല ബുദ്ധി ഉണ്ട്. അതുപോലെ തന്നെ മാത്സ് ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്സ് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അവള് പറയുന്നത് എന്താന്ന് നോക്കാം. ആണല്ലേ? ഇനി അവര് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും. എങ്ങാനും ഇനി പൈസ ഇടുവാണെങ്കിൽ കിട്ടുമെന്ന്, ഇങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വരുന്ന വിധത്ത് അവരൊക്കെ ഇനി പുതിയതായിട്ട് കയറി വരുന്നവരുണ്ടാവുമല്ലോ. ഇനി അവർക്ക് അവരെ ഇനി കൊടുക്കൂലോ. ഇതെല്ലാം കണ്ടിട്ട് അവര് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് അവരെ വശത്താക്കിയിട്ട് വെക്കുമ്പോ അവര് പൈസ ഇടുമല്ലോ. അപ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൈസ പോയതുപോലെ ആ പൈസ എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ അവര് വിചാരിക്കും, ഓ നമ്മളിനി പണക്കാരാവും, പെട്ടെന്ന് പണക്കാരാവും, നമുക്ക് കൂടുതൽ പൈസ ഇട്ട് നോക്കാം എന്നും പറഞ്ഞിട്ട് അവര് പിന്നെ പൈസ ഇടും. അപ്പൊ നമ്മളോട് ഇപ്പൊ കാണിക്കില്ലേ, നമ്മളോട് ഇപ്പൊ 6000 ഇടുവാണെങ്കിൽ മൊത്തം പൈസ കിട്ടുന്നു പറഞ്ഞില്ലേ. അപ്പൊ അവരോട് ഇനി ഏതെങ്കിലും ഇതുപോലെ അമ്മയ്ക്ക് പൈസ കിട്ടുമോ? അത് പറ കുഞ്ഞൂസാ. അമ്മ 6000 ഇട്ട് അവിടെ പോയ 30,000 തിരിച്ച് കിട്ടുമോ? കിട്ടില്ല അല്ലേ? അതെന്തുകൊണ്ടാ? അവർ പറ്റിക്കുന്നതാണോ? അവര് 6000 നമ്മള് കൊടുക്കുമ്പോ ആ 30,000 6000 അവരെടുക്കും. നമുക്കൊന്നും കിട്ടില്ല. ഓക്കേടാ കുഞ്ഞൂസ. ന്യൂസിനെ കണ്ട് ENTOPDയിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചെവിയിലെ വാച്ച് കയറി അടഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെവിയിൽ. അപ്പൊ അത് ക്ലീൻ ചെയ്തെടുത്ത് കളയാൻ വേണ്ടിയിട്ട് വന്നേക്കണെയാണ്. പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അത് എന്തിനാണ് കൊച്ചു ചോദിക്കുന്നത്. ഒരു ലേഡി ഡോക്ടറാണ്. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ ഇല്ല. അതാണ് അവൾ അന്വേഷിക്കുന്നത്. ഇവിടെ കയറി ഇരുന്നിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്നതല്ല. ഡോക്ടർ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോയതാണ്. അതിനുശേഷം ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി. ഈ നാരങ്ങവെള്ളം കണ്ടത് നിങ്ങൾ വിചാരിക്കും തണുത്താന്ന്. പക്ഷെ തണുത്തല്ല കേട്ടോ. ഫ്രഷ് ലൈമാണ് മേടിച്ചത്. അപ്പോൾ അവൾക്ക് നാരങ്ങവെള്ളം മേടിച്ചു കൊടുത്താലേ അവൾ ചോറിനോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മേടിച്ചു കൊടുത്തതാണ്. അതിനുശേഷം ഞാൻ അവൾക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. ഒരു വാ പോലും കഴിച്ചിട്ടില്ല കേട്ടോ. അവള് ചുമ കാരണോട് ഒരു സാധനം അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ രണ്ടാമത്തെ അനിയത്തിയായിട്ട് പിരിഞ്ഞു നിക്കത്തില്ല. ഇപ്പൊ തന്നെ 4 ദിവസമായപ്പോഴത്തേനും 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ ഇരിക്കാൻ പാടില്ല. അവര് രണ്ടുപേരും അച്ഛനെയും അമ്മേനെയും കാണാതെ വേണമെങ്കിൽ എത്ര ദിവസം വേണം നിന്നോളും. പക്ഷെ അനിയത്തിയും ചേട്ടത്തിയും കാണാതെ ഇരിക്കത്തില്ല. അപ്പൊ 4 ദിവസമായപ്പോഴത്തേനും സങ്കടമായി തുടങ്ങി. എന്നാ കുഞ്ഞുശ സങ്കടപ്പെട്ടിരിക്കണേ? അത് മോനെ സൂചി മാറ്റിത്തരും സിസ്റ്റർ കേട്ടോ.
അല്ലെങ്കിൽ മോന് 3 മണിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ മടുത്തരും കേട്ടോ. ക്ഷമാടല്ലേ ക്ഷമാണ്ട് പോകണ്ടേ തുറന്നു കുഞ്ഞുശാ തുറന്നേ. നമ്മൾ ആച്ചുമ്മയ്ക്ക് മേടിച്ചത് ഇത് നല്ല രസമുണ്ട് കേട്ടോ. മീനിന്റെ പടമൊക്കെ ഉണ്ട്. കാണിച്ചേ നിനക്കല്ല, ഇത് ആച്ചുമ്മിൻ്റെയാ. ഇത് ആച്ചുമ്മിന. എടാ കാണിച്ചതാ ആച്ചുമ്മിന. നാല് ദിവസത്തെ ഇഞ്ചക്ഷൻ ആയപ്പോഴത്തേനും കുറച്ചൊക്കെ ബെറ്റർ ആയി തുടങ്ങി. ചെറുതായിട്ട് അവള് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ നുള്ളിപ്പെറുക്കി കഴിച്ചു തുടങ്ങി. പറയാന്ന് പറഞ്ഞ അയ്യോ 7 ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫില്ല. അപ്പൊ ഇത് 4-ാം ദിവസമാണ് കേട്ടോ. അപ്പൊ കൊച്ചിന്റെ ഡിസ്ചാർജിന്റെ കാര്യം ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഡോക്ടർ ഡിസ്ചാർജ് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഫുഡ് മേടിക്കാനായിട്ട് കുഞ്ഞിനെ തന്നെ റൂമിൽ ഇരുത്തിയിട്ട് താഴെ ക്യാൻറ്റീൻ വരെ വരണം. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് ക്യാൻറ്റീനിൽ വന്നു. അച്ഛൻ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന 6 മാസം മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. അതായത് കുഞ്ഞൂസ് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ഡിസംബർ മാസത്തിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ ആയിട്ട് പോയി. നമുക്കിത് തുറന്നു തരാടാ. കഴിക്കാനായിട്ട് പോകുമ്പോൾ അവൾ എന്തെങ്കിലും ജ്യൂസിന്റെ കാര്യം പറയും. അത് മേടിച്ചു കൊടുത്താലേ കഴിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ അവൾക്ക് കുടിക്കാനായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം മുന്തിരി ജ്യൂസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ചോറ് അവളൊക്കെ ഉണ്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ചോറ് മേടിച്ചിട്ട് വാരി കൊടുക്കുമായിരുന്നു. കുഞ്ഞൂസ് കുടിക്ക്. കുടിച്ചു. അപ്പൊ കുഞ്ഞൂസിനോട് തന്നെ അവള് കിടക്കുന്നിടത്തോട്ട് പോകാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അവള് തന്നെ പോവുകയാണ്. വീടെടുത്തിട്ടാ വഴി കാണിച്ചു പോയി. ചെന്നെ കൊല്ലും നീ അങ്ങ് ഉരുണ്ട് വീണ. കുഞ്ഞൂശ് വഴി പഠിച്ചു നോക്കട്ടെ. കുഞ്ഞൂശിനെ ഞാൻ തന്നെ നിർത്തിയിട്ട് പോയ കുഞ്ഞൂശ് എങ്ങനെ അവിടെ ചെല്ലും നോക്കട്ടെ. വഴി തെറ്റാൻ പാടില്ല കേട്ടോ, ടാസ്കാ. വഴി തെറ്റാതെ വേണം ചെല്ലാൻ. കുഞ്ഞൂസിൻ്റെ ടാസ്ക് കൊടുത്തേക്കാണ്. കുഞ്ഞൂസ് കിടക്കണോടത്തേട്ട് ഉള്ള വഴി കുഞ്ഞൂസ് തന്നെ കണ്ടുപിടിക്കാൻ പോവാണ്. കുഞ്ഞൂസ് ഡിസ്ചാർജാണ്. കുഞ്ഞൂസ് പോട്ടെ പോട്ടെ, വഴി കണ്ടുപിടിക്കൂ, വഴി കണ്ടുപിടിക്കൂ. എന്നോട് ചോദിക്കാൻ പാടില്ല. ഓടരുത്. ആച്ചൂട്ടിനും അറിയാം. അതിനുശേഷം നമ്മൾ കാണിക്കുന്ന ഡിസ്ചാർജ് പ്രൊസീജിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി. ഞാൻ ഏകദേശം 3000 സംതിങ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് അടച്ചു. ഇൻഷുറൻസിനകത്ത് 2000 രൂപയാണ് റൂം റെന്റ് കിട്ടുള്ളൂ. റൂമിന് 2500 സംതിങ് ആയിരുന്നു. അപ്പോൾ 5 ഡേയ്സിന്റെ ക്യാഷ് കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏകദേശം 4000 രൂപ അടുത്ത് തന്നെ ഞാൻ കയ്യിൽ നിന്ന് അടച്ചിട്ടുണ്ടായിരുന്നു, 3000 സംതിങ്. അതിന് ശേഷം അത് അടച്ചതിന് ശേഷമാണ് കുട്ടികളെ ഊട്ടീനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയത്. എഴുതി കൊടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും ഫാദർ വരാത്തത് കൊണ്ട് ഞാൻ എഴുതി കൊടുത്ത് പോകാനായിട്ട് നിന്നില്ല. ബില്ലടച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അതെന്റെ ആച്ചൂട്ടിന്റെ അടുത്ത് എത്തിയിട്ടു. ആച്ചൂട്ടിന് ടെസ്റ്റ് പേപ്പറിന്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ആണോ? ആണോ? അത് കുഴപ്പമില്ല. ഇത്തിരി മാർക്കുണ്ടോ?
25 ആയപ്പോ എനിക്കില്ലേ എനിക്ക് വെരി ഗുഡ് ഒരു സ്റ്റാറിങ് കിട്ടി. വെരി ഗുഡ്. കൈ വീട്ട് തിന്നടാ, കൈ വീട്ട് തിന്നെ, പോയി എടുത്തോണ്ട് പോവാ. കല്ല് പോലെ ഇരിക്കുന്നു. എടാ ഇതിനകത്ത് വേറെ സാധനം ഉണ്ട്. ഞാൻ ഒന്നും മേടിച്ചില്ലായിരുന്നു, അതാ ഞാൻ അവിടെ ഇറങ്ങി മോന് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അരക്കൊന്നത്ത് ഇറങ്ങി. പിന്നെ കുഞ്ഞൂസിന് മരുന്ന് മേടിക്കണ്ടായിരുന്നു. ഇതൊരു കിഡ്ല സൈന. ഒരു 4 കുപ്പി മേടിച്ചു. ഒരു കുപ്പി 50 രൂപ, 4 കുപ്പി. ഒരു കുപ്പി ഞാൻ കുടിച്ച്. എന്നാ ഇത് ഒരു കുപ്പി നിനക്ക്, ഒരു കുപ്പി നിനക്ക്, ഒരു കുപ്പി 50 രൂപ, 200 മേടിച്ചത്. പിന്നെ കുഞ്ഞേച്ചിമാരെ പോലത്തെ ഷെമ്മീസ് വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇട്ടിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് കാണുന്നില്ല, എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞ ആച്ചോട്ട് മണ്ണ് വാരി ഇപ്പൊ കറിയായി, അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞു എന്നാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. എന്തായാലും ആച്ചോട്ടിന് അത് ഇട്ട് കഴിഞ്ഞപ്പോ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുതേ.